ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുൾ ഗോതമ്പ് വെച്ചിട്ടുള്ള പായസമാണ് ചെയ്യുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഗോതമ്പ് പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗോതമ്പ് നമ്മൾ വെള്ളത്തിലൊന്നും കുതിർത്തി വയ്ക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു 3-4 വട്ടം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുക്കറിൽ ഗോതമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഗോതമ്പിന് തൊട്ട് മുകളിലല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഈ ഒരു അളവിൽ വേണം നമുക്ക് വെള്ളം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമുക്കിതപ്പം മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 550 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 2 കളറിൽ എടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ കറുത്ത ശർക്കര കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് ശർക്കരയും കൂടെ ചേർത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്ന്, അതായത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്. പിന്നെ മധുരം കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 600 ഗ്രാം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് 250 ml 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ് മെൽറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഒരു 5 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫുൾ വിസിൽ പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വേവാനുള്ള, അതായത് നമ്മൾ ഉദ്ദേശിച്ച വേവ് ചിലപ്പോൾ കിട്ടില്ല. ഫുൾ വിസിൽ പോയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഗോതമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തേങ്ങയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഞാൻ 2 തേങ്ങയുടെയും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാൽ 3.5 കപ്പും 2-ാം പാൽ 4.5 കപ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് മുന്തിരിയും കൂടി ഞാൻ നെയ്യിൽ വറുത്ത് ഇടുന്നുണ്ട്. ഞാൻ അതും കൂടെ ഈ ടൈമിൽ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പായസം റെഡി ആകുമ്പോൾ അത് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരി എടുത്തൊന്ന് വറുത്ത് കോരി വയ്ക്കാം. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അതായത് ഇതിൻ്റെ ഈ മധുരമൊക്കെ ഗോതമ്പിലേക്ക് നല്ലതുപോലെ ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതി വരണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഒരുപാട് വറ്റരുത്. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 6 ഏലക്കായി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1-ാം പാലൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളച്ച് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ചൂടായതിനു ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇതിലേക്കിട്ട് നമുക്ക് പായസം ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഏതൊരു ഫംഗ്ഷനും വിളമ്പാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.